ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതും നിയോഗിച്ചിരിക്കുന്നതുമായ കാര്യങ്ങൾ, ആ ദൗത്യത്തെക്കുറിച്ച് ദൈവം വ്യക്തമായ അറിവ് തന്നാലും, ആ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ നമുക്ക് അറിവ് തന്നാലും, നമ്മൾ പലപ്പോഴും അവെയർ അല്ലാതെ പോകുന്നത് കൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്: ഞാൻ ഉപവസിച്ചിട്ട് എന്താണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ എൻ്റെ റൊട്ടീൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? പക്ഷെ ഞാനും നിങ്ങളും അത് ചെയ്യുമ്പോൾ തന്നെ എവിടെയൊക്കെയോ നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. മഹാദൗത്യത്തിന് വിളിക്കപ്പെട്ട പല മഹാന്മാരും വേദപുസ്തകത്തിൽ അവർ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ആകാശം അടയ്ക്കാൻ അധരത്തിൽ അധികാരമുള്ളവനായിരുന്നു ഏലിയാവ്. അതേസമയം ആകാശം തുറക്കാനും അധരത്തിൽ അധികാരം. തന്റെ കർമ്മേലിലെ മുഴങ്കാൽ പെരുമഴയുടെ കൈപ്പത്തിയെ കൊണ്ടുവന്നതായി നമ്മൾ കാണുന്നു. 3.5 വർഷം മിനിസ്ട്രി ഇല്ലാതെ, പ്രത്യക്ഷപ്പെടാതെ, ദൈവശബ്ദം കേട്ടിട്ട് മറയപ്പെട്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഏലിയ. ഈ ദൈവത്തെ നമ്മൾ അനുസരിച്ചാൽ നമുക്കൊരിക്കലും ദോഷം വരികയില്ല, തോൽവിയും വരികയില്ല. എന്തുകൊണ്ടാണ് ദൈവം ഏലിയാവിനോട് പറഞ്ഞത്, നീ പ്ലേസ് പറഞ്ഞു കൊടുത്ത് കെരീത്തിൽ പോയി ഒളിച്ചിരിക്കുക, നിന്നെ പുലർത്തേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു? എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാലോ, ഈ കാക്ക തട്ടിക്കൊണ്ടുപോകുന്ന ആളാ, തരുന്ന ആളല്ല. അപ്പൊ തട്ടിക്കൊണ്ടുപോകുന്ന എന്ന് പറഞ്ഞ പ്രതീക്ഷയില്ലാത്ത വ്യക്തിയോടാണ് ദൈവം സംസാരിക്കുന്നത്. പറവകളിൽ കൗശല പക്ഷിയാണ് കാക്ക, ഇഴജാതിയിൽ പാമ്പ, മൃഗജാലങ്ങളിൽ കുറുക്കനാണ്. ഈ മൂന്നിന്റെയും പുറകെ ആളുകൾ അധികം പോവുകയില്ല, കാരണം ഇതെല്ലാം തട്ടിക്കൊണ്ടുപോകുന്ന ആത്മാവാണ്. പക്ഷെ ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. നമ്മൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ നിന്റെ നന്മയ്ക്ക് വേണ്ടി അപ്പുറത്തൊരു കൽപ്പനാ ശബ്ദം കൂടെ പോകുന്നുണ്ട് എന്ന് നമ്മൾ ഓർത്തോ. എത്ര ഡോറ് ക്ലോസ് ആയാലും, ഞാൻ താഴ്മയോട് പറയട്ടെ, ഒന്ന് ഓപ്പൺ ആകാതെ, ഒന്ന് ഓപ്പൺ ആക്കാതെ മറ്റൊന്ന് അടയില്ല. എത്ര പേർക്ക് എന്നോട് ചേർന്ന് കർത്താവിന് നന്ദി പറയാൻ പറ്റും? നിങ്ങളുടെ ഒരു ഡോർ ക്ലോസ് ആയെങ്കിൽ നിങ്ങൾ ഒത്തിരി സ്തോത്രം ചെയ്യണം. നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരുന്ന പലരും സ്നേഹിക്കാതെ പോകുന്നെങ്കിൽ നിങ്ങൾ ഒത്തിരി സ്തോത്രം ചെയ്യും. കാരണം നീ എന്റെ ബന്ധുജനത്തെ എന്നിൽ നിന്ന് അകലുമാറാ. ദൈവത്തിന് നമ്മുടെ സമയം ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് ദൈവം ചിലരെയൊക്കെ അങ്ങ് മാറ്റും. കാക്കയ്ക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓ ജീസസ്. ഈയോ പറയുന്നു, നീ ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കാം, അവൻ നിന്നെ ഉപദേശിക്കും. കാട്ടിലെ മൃഗങ്ങളോട് ചോദിക്കാം, അവൻ നിനക്ക് പറഞ്ഞു തരും. കടലിലെ മത്സ്യത്തോട് ചോദിക്കാം, അവൻ നിന്നെ ഉപദേശിക്കും. പ്രവാചകൻ അനുസരണക്കേട് കാണിച്ചാലും, ദൂത് പറയാൻ മനുഷ്യനെ കിട്ടിയില്ലെങ്കിൽ കഴുതയുടെ വാ തുറന്നാലും ദൈവം ദൂത് പറയും. സ്തോത്രം. എന്റെ കൂടെ ബൈബിൾ സ്കൂളിൽ കരുവാറ്റയിൽ പഠിച്ച ഒരു മാമച്ചൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ 9 പ്രാവശ്യം വിൽക്കും.
പക്ഷേ ആരാധനയ്ക്ക് ഇരുന്ന് കഴിയുമ്പോൾ, വൈകിട്ടത്തെ ആരാധനയ്ക്ക് ഇരുന്ന് കഴിയുമ്പോൾ ഒരു 2 പാട്ടുപാടി ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിലിരിക്കുന്ന മാമച്ചനല്ലത്. ഇടിമുഴക്കം പോലെ ഒരു വാക്ക് തെറ്റാതെ, ഒരു വാക്ക് വിക്കില്ലാതെ ആളുകളുടെ മേൽ കൈവച്ചിട്ട് പറയുന്ന ദൂത് കേട്ടാൽ നമ്മൾ ഭയപ്പെട്ടു. Praise God. ദൈവം കൽപ്പിച്ചാൽ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രവൃത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏത് ബ്ലെസ്സിങ്ങിന്റെയും പുറകിൽ ഒരു ഒബീഡിയൻസ് ഉണ്ട് സർ. യെസ്. ഏത് ഫെയിലിയേഴ്സിന്റെയും പുറകിൽ ഒരു ഡിസൊബീഡിയൻസ് ഉണ്ട്. എന്നിലും നിങ്ങളിലും പരിശോധിക്കേണ്ട കാര്യമാണ്. സ്തോത്രം. തമ്പുരാൻ പറഞ്ഞു, ഇയ്യോബിലൂടെ പക്ഷികളോട് ചോദിക്കും, മൃഗങ്ങളോട് ചോദിക്കും, മത്സ്യത്തോട് ചോദിക്കും. യോന ദൈവം പ്ലാൻ ചെയ്ത സ്ഥലത്ത് പോയില്ലെങ്കിൽ അവനെ മീൻ വാഹനമാക്കി ഉപയോഗിച്ച് തമ്പുരാൻ കൊണ്ടുപോകളെ. ദൈവം കുറിച്ചു വെച്ച ഡെസ്റ്റിനേഷനിൽ ദൈവം കണ്ടവരെത്തും. ഈ നമ്മുടെ കാൽക്കുലേഷൻ ചില സമയത്ത് ദൈവം തിരുത്തും. കാരണം ദൈവത്തിന്റെ ദീർഘക്ഷമ ചില സമയങ്ങളിൽ നമുക്ക് ഇഷ്ടമല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉപവാസത്തിന്റെ 2ാം സെക്ഷൻ എടുത്താൽ, പല ക്ലാസ്സുകൾ അതിനെ കുറിച്ച് എടുക്കണ്ട, പക്ഷെ നമുക്ക് അത് മതിയല്ലോ. നിങ്ങളും പഠിക്കുന്നവരായതുകൊണ്ട്, ഞാനും നിങ്ങളോടൊപ്പം പഠിക്കുന്ന ആളാണ്. കാര്യം എല്ലാ സ്കൂളേഴ്സാണ്, എന്നും പഠിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് ഈ ദൈവ വചന വെളിച്ചത്തിൽ അസീറിയൻ ഭരണകൂടത്തിന്റെ ശിക്ഷാ നടപടികളൊക്കെ അവരെ തോലുരിച്ചൊക്കെ കൊന്ന ഇതാ. അതുകൊണ്ട് നിലവക്കാരങ്ങനൊന്നും രക്ഷപ്പെടണ്ട, അവരെ ദൈവം തട്ടണം എന്നുള്ളതായിരുന്നു. അപ്പൊ അതിക്രൂരന്മാരായ ആളുകളും ഒരവസരം ദൈവം കൊടുത്താൽ രക്ഷിക്കപ്പെടുന്നെങ്കിൽ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഞാൻ പറഞ്ഞു, നാം ചിലർക്ക് ദൈവരാജ്യം അടച്ചു കളയുന്നവരായി മാറരുത്. ഒരിക്കലും നിങ്ങളോട് ഗുണം ചെയ്യാത്തവരും മഹാനീചത്തരം ചെയ്തവരും ദുഷ്ടത്തരം ചെയ്തവരുമായ ആളുകളെ കുറിച്ച് ഒരു ദൈവശബ്ദം അവരോട് പങ്കുവയ്ക്കാൻ ആത്മാവ് നിങ്ങളെ ഹേമിച്ചാൽ, യോനായെ പോലെ മരണപര്യന്തം കോപിക്കുന്ന വിഹിതമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറ്. ക്രൂശിൽ കേട്ട ശബ്ദം 7 മൊഴികളിൽ 1 ക്ഷമിക്കുക എന്നുള്ള വാക്കുകൂടി ഉണ്ടായി. സ്തോത്രം. നമ്മൾ ചെയ്ത കുരുത്തക്കേടുകൾക്കൊക്കെ ദൈവം അക്കൗണ്ടിൽ ഇട്ടിരുന്നെങ്കിൽ നമ്മളാരും ഈ പ്ലാറ്റ്ഫോമിൽ കാണുകയല്ല. നമ്മളാരും മോശക്കാരല്ലായിരുന്നു എന്ന് കർത്താവിനറിയാം. പൗലോസ് പറഞ്ഞാൽ നിങ്ങളിൽ ഏറ്റവും കൊള്ളരുതാത്ത ആളായിരിക്കും ഒരു പക്ഷേ എന്റെ ലൈഫ് വെച്ച് നോക്കും. പക്ഷേ കർത്താവിന് ആ സ്നേഹത്തിന്റെ ആഴം യേശു സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല. അവിടുന്ന് അറിയുന്ന പോലെ ആരും അറിയുന്നില്ല. അവരംഗീകരിക്കുന്ന പോലെ ആരും നമ്മളെ അംഗീകരിക്കും. നമ്മുടെ സന്ദേശത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഉണരുക. എലിയാവിന് പ്രകൃതിയിൽ അധികാരമുണ്ടെങ്കിലും സ്ത്രീ ശബ്ദത്തിന്റെ മുമ്പിൽ ഭയന്നു. ആ ഭയം തന്നെ ഒറ്റപ്പെടുത്തി കൂട്ടുവേലക്കാരനെ വീട്ടിൽ പറഞ്ഞു വിട്ടു, അല്ലെ മറ്റൊരു സ്ഥലത്താണ്. മിനിസ്ട്രി ഇനി വേണ്ട എന്നുള്ള കാര്യം ഫിക്സ് ചെയ്തു. ദൈവം പറഞ്ഞിട്ടാണോ ഫിക്സ് ചെയ്തത്? ഇന്ന് രാത്രിയിൽ ഞാൻ താഴ്മയോട് പറയട്ടെ, ദൈവത്തിന്റെ പണിപ്പുരയിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും, ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. പിശാചിന്റെ ടാർഗറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പൽസില്യ നമ്മുടെ ആൻസി ഷെയർ ചെയ്യുമ്പോൾ പറഞ്ഞു, പാതി വഴിയിൽ നിർത്തുക എന്നുള്ളത് പിശാചിടുന്ന ഒരു തന്ത്രമാണ്.
നമ്മുടെ പ്രയോറിറ്റി ദൈവിക റൂട്ടിനുള്ളിൽ നിന്ന് മാറുമ്പോഴാണ് എന്നിലും നിങ്ങളിലും അലസത ഉണ്ടാകും, അല്ലെങ്കിൽ ഇരുണ്ട കാലഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ നേടിയെടുക്കേണ്ട വിലപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ അറ്റൻഷനെ ഡൈവേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വീട്ടിലോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ ഒക്കെ കയറി. വളരെ വാത്സല്യ സൗരങ്ങളെ ഞാൻ താഴ്മയുടെ കർത്താവ് നിങ്ങൾ ഓർപ്പിച്ചുണർത്തട്ടെ. ദൈവഹിതം വിട്ട് ഇടത്തോട്ടോ മലത്തോട്ടോ മാറാൻ ഇടവരരുതേ എന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കണം. നിങ്ങൾ എത്രയും സ്നേഹിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ വിട്ടൊന്ന് മാറിയെന്നിരിക്കട്ടെ, അന്ന് രാത്രി നിങ്ങൾ ഉറങ്ങൂ. അന്ന് നിങ്ങളുടെ സ്വസ്ഥതയ്ക്ക് കൂടുമോ കുറയുമോ? ഇതത്രേ. ദൈവത്തിന്റെ സഹിത്വം തന്റെ ഭക്തന്മാരോടാണുള്ളത്. ആ സഹിത്വത്തിനൊരു മാറ്റം വരുമ്പോൾ അത് പെയിൻഫുള്ളാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു ചെറിയ ചിന്ത പറയുകയാണ്. കർമ്മേലിൽ തീയിറങ്ങി 850 പ്രവാചകന്മാരെ വെട്ടിയ കൈയായെന്ന് ഒരു പക്ഷേ ഏലിയാവ് പ്രശംസിച്ച് കണ്ടേക്കാം. ആകാശം 3.5 വർഷം അടഞ്ഞെടുത്ത് മുഴങ്കാൽ പ്രാർത്ഥന മേഘത്തെ കൈവത്തി പോലെ പൊക്കി. ആഹാബിന്റെ രഥം പോലും അതെ മഴ നിന്നെ തടയാതിരിക്കുന്നത് വേഗത്തിൽ പൂട്ടിപ്പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞവൻ. മൂന്നാമത്തേത് ഒരു ആശ്ചര്യകരമായ കാര്യം, കുതിരശക്തിയേക്കാൾ വേഗത്തിൽ ആഹാബിന്റെ രഥത്തിന് മുമ്പായി താൻ ഓടുകയും ചെയ്തു. ഇതൊക്കെ അസാധാരണമായ കാര്യങ്ങളാണ്. ഈ അസാധാരണമായ കാര്യങ്ങൾ നമ്മിലൂടെ ചെയ്യുമ്പോൾ ഓർത്തോണം, സ്വയപ്രശംസ, സ്വയപ്പുകഴ്ച, പൊങ്ങച്ചം, ദുരഭിമാനം, ഇതൊക്കെ നാം അറിയാതെ നമ്മളിൽ കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരും ചെയ്തിട്ടില്ലാത്തൊരു ദൗത്യം പരസ്യമായി നമ്മളെ കൊണ്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഭയപ്പെടുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന, രാജാവ് വരെ ഭയപ്പെട്ടാ പോയത്. ആളുകൾ നോക്കി നിൽക്കുമ്പോഴാണ് കാർമേഘം കറുത്തിരണ്ട് പെരുമഴ പെയ്തത്. സ്തോത്രം. രാജാവ് ഞെട്ടിപ്പോയി. എന്റെ കുതിരയേക്കാൾ വേഗത്തിൽ ഓടുന്ന കാലുകൾ. ഓ ജീസസ്, ദൈവത്തിന് വേണ്ടി വേറൊരാളില്ല ആ കർമ്മേലിൽ, ഒറ്റയാളെ ഉള്ളൂ. സ്തോത്രം. അതുവരെ ഏലിയാവ് ധരിച്ചിരുന്ന ഒരു കാര്യം, ഞാനേ ഉള്ളൂ ഈ രാജ്യത്ത് കൊള്ളാവുന്ന മിനിസ്ട്രി ഉള്ള ആള്, ഞാനേ ഉള്ളൂ അധികാരമുള്ള ആള്, ഞാനേ ഉള്ളൂ യഥാർത്ഥ പ്രാർത്ഥന മനുഷ്യൻ, എനിക്ക് മാത്രമേ ഉള്ളൂ ആഹാബിന്റെ രഥത്തിന് മുമ്പായി ഓടാനുള്ള ആത്മശക്തി. സ്തോത്രം. പക്ഷേ ഇതെല്ലാം സ്വയം ചിന്തിച്ച് ഉള്ളിൽ അഭിമാനം കൊള്ളുമ്പോൾ രാജസന്നിധിയിൽ നിന്ന്, ഇസബേലിൽ നിന്ന് കേട്ട വാക്ക് കേട്ടപ്പോൾ എല്ലാം താഴെപ്പോയി. സ്തോത്രം. സ്തോത്രം. എത്ര ഭയാനകമാണ് നമ്മളത് കാണുന്നത്. താൻ പറയുന്നത്
ഇനി ജീവിച്ചിരിക്കാൻ താല്പര്യമില്ല. കാരണം താൻ മരിക്കാനുള്ള ടൈം അപ്പുറത്ത് കുറിച്ചു വെച്ചിട്ടാണ് ആളിനെ വിട്ടത്. 24 hours തനിക്ക് ജീവിക്കാനായിട്ട് ഇനി റൈറ്റ് ഉള്ളൂ ഭൂമിയിൽ. ഹലോ, ദൈവം ഉപയോഗിക്കുന്ന അനേക ഭക്തന്മാരുടെ തലയ്ക്ക് ഈ ലോകം വില പറഞ്ഞിട്ടുണ്ട്. എന്റെ തലയ്ക്ക് ഒത്തിരി പ്രാവശ്യം വില പറഞ്ഞിട്ടുള്ളത് RSS. ഒരാൾ നേരിട്ട് വന്ന് എന്നോട് പറഞ്ഞ, നിന്റെ തല ഞങ്ങൾ വെട്ടു. ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, വേണ്ടാത്ത തലയാന്നേ പോട്ടെന്ന്. സൗരങ്ങളെ, നമ്മുടെ തലയിലെ മുടിയും നമ്മുടെ കാലിലെ പൊടിയും എണ്ണിയ സർവശക്തൻ അറിയാതെയോ അനുവദിക്കാതെയോ നിന്നെക്കുറിച്ചും നിന്റെ കുടുംബത്തെക്കുറിച്ചും നിന്റെ തലമുറയെക്കുറിച്ചും എന്റെ ദൈവം എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്ക് വള്ളിയും പുള്ളിയും മാറണമെന്നുണ്ടെങ്കിൽ നീയും കർത്താവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞേലേ അത് മാറും. എന്നാൽ വീഴ്ചകൾ നമുക്ക് പഠിക്കാനാണ്. ഫെയിലിയറായി എന്നതുകൊണ്ട് ദൈവം വലിച്ചെറിയത്തില്ല, നമുക്ക് ബോധവൽക്കരണം ഉണ്ടാകത്തില്ല. തനിക്ക് നല്ലൊരു ബുദ്ധി തോന്നി കൂടെ തന്നെ തട്ടാൻ ആള് വരും, രക്തസാക്ഷിയായി മരിക്കും. അതുകൊണ്ട് തന്റെ കൂട്ടുവേലക്കാരൻ മരിക്കണ്ടെന്ന് വിചാരിച്ച് നല്ല മനസ്സോടെ അവരോടത്താക്കിയിട്ട് താൻ ഒരു ദിവസത്തെ വഴിദൂരം പോയി മരിക്കാൻ. എന്റെ ചോദ്യം, മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്തിനാ അത്രയും ദൂരം പോകുന്നു? സത്യം പറഞ്ഞാൽ മരിക്കാൻ ആഗ്രഹിക്കില്ല. പിന്നെ എന്താ തന്നെ ഇപ്പൊ ഓടിക്കുന്ന സമ്മർദ്ദം? ആത്മശക്തിയല്ല, തന്നെ ഓടിക്കുന്ന ശബ്ദം ഭീരുത്വമാണ്. ഇസബേലിന്റെ ഭീരുത്വമാണ്. ആ ശബ്ദവും ആ പേരും കേൾക്കുമ്പോൾ മിനിസ്ട്രിയുടെ മേലിൽ തന്നെ ഒതുക്കി, തന്നെ ചുരുട്ടിക്കൂട്ടി, തന്റെ പ്രാർത്ഥനയുടെ അധികാരമണ്ഡലം ബ്ലോക്കായി. തീ ഇറങ്ങുന്ന ആത്മാവിന്റെ അധികാരത്തിന്റെ അഭിഷേകം അണയുന്നു. കുതിരശക്തിയേക്കാൾ വേഗത്തിൽ പാഞ്ഞ തന്റെ കാലുകൾ കിതച്ച് തളർന്ന് വീഴുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന എന്റെ വാത്സല്യ വിലപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ഇടത്തും വലത്തും നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ മഹത്വം അറിയുന്ന പിശാച് നിന്റെ പ്രാർത്ഥന അഭിഷേകത്തിലൂടെ വെളിപ്പെടുന്ന വീര്യപ്രവൃത്തിയെ ദൂരവേ കാണുന്ന പൈശാചിക മണ്ഡലം നിന്റെ ആധരം തുറക്കുമ്പോൾ ആത്മാവിൽ ഇറങ്ങുന്ന ആ തീമഴ നിന്റെ കാലുകൾക്ക് കുതിരശക്തി നൽകി, നിന്റെ രോഗാത്മാവിനെ എടുത്തു മാറ്റി, നിന്നെ അതിവേഗത്തിൽ ദൈവത്തിനു വേണ്ടി പായമാറാക്കുന്ന അഭിഷേകത്തെ ദൂരവേ കണ്ടിട്ട് തളച്ചിടാൻ നോക്കുന്ന എല്ലാ ഇസബേല്യ ശക്തിയുടെ മേലും ഈ രാത്രിയിൽ ജയം പ്രാപിക്കാൻ ദൈവാത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ആത്മനിറവിൽ ആരാധിക്കേണ്ടവർക്ക് അധരം തുറന്ന് ദൈവത്തെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ആരാധിക്കാം. റമൽ ഖന ദുബരഘടക ശശി 3.5 വർഷം നിന്നെ ഒളിപ്പിച്ചിരുത്തിയത് എന്തിനാണ്? ആമേൻ. ലോകത്തിന്റെ ആ രാഷ്ട്രത്തിന്റെ മുഴുവൻ ദൈവജനത്തെ അമർച്ച ചെയ്ത്, സത്യാരാധനയെ ബ്ലോക്ക് ചെയ്ത്, ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞവരെ മുഴുവൻ അശേരിന്റെ ശക്തിയും ബാലിന്റെ ശക്തിയാലും വ്യാജപ്രവാചകന്മാരെ അരമനയ്ക്കകത്ത് തിന്നു കൊഴുപ്പിച്ചിട്ട് സത്യാരാധനയ്ക്ക് കൂച്ചുവിലങ്ങിടുകുമാറാക്കിയ പൈശാചിക മണ്ഡലത്തെ തകർത്തിട്ട് ഒറ്റ ആരാധന കൊണ്ട്, സത്യാരാധന കൊണ്ട്, അഗ്നിയുടെ ആരാധന കൊണ്ട്, അഭിഷേകത്തിന്റെ ആരാധന കൊണ്ട് വ്യാജപ്രവാചക സമൂഹത്തെ മുഴുവൻ തകർത്തെറിഞ്ഞിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് ഒറ്റ ശുശ്രൂഷയിൽ രാഷ്ട്രത്തെ മുഴുവൻ ദൈവത്തിങ്കിലേക്ക് തിരിയുമാറാക്കുവാനുള്ള അധികാരത്തിന് വേണ്ടി കർമ്മേലിൽ ഒറ്റയ്ക്ക് നിർത്താനാണ് നിന്നെ 3.5 വർഷം ഒളിപ്പിച്ചു. വചനം കേൾക്കുന്ന പലരും ദൈവശക്തി അനുഭവിക്കുന്നത് എനിക്ക് ആത്മാവിൽ കാണാൻ കഴിയുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് ഇസബേലിന്റെ ശബ്ദങ്ങളെ നീ ജയിച്ചേ മതിയാകുകയുള്ളൂ. നിന്നെ തട്ടി ഉണർത്തുകയാ ദൈവാത്മാവ് ഇന്ന് രാത്രി. യെസ് 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 യെസ്, പ്രൈസ് ഗോഡ്. കൊല്ലും എന്ന മെസ്സേജ് ഏലിയാവിന്റെ അരികിലെത്തി. എന്റെ ചോദ്യം,
ഈ മെസ്സേജ് പറയാൻ വിട്ടവന്റെ ഈ വാള് കൊടുത്ത് വിടാൻ എന്താ ഇസബേല്? അവക്കറിയാം ഏലിയാവിനെ തൊടാൻ പറ്റിയത്. പിന്നെ ചുമ്മാ എറിഞ്ഞു നോക്കാന്ന് വിചാരിച്ചു. മനസ്സിലായോ? അല്ലെ മെസ്സേജ് പറയാൻ വിട്ടവന്റെ കയ്യിൽ വാള് കൊടുത്താൽ വെട്ടാൻ വന്നേനെ. അവക്കറിയാം 850 പേരെ തട്ടിയ കൈയാണത്. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. ആമേൻ. 850 കള്ളപ്രവാചകന്മാരോട് പൊരുതാൻ 3.5 വർഷം ഒളിവിടത്തിൽ ദൈവം മറച്ച സ്ഥലത്ത് ദൈവം കൊടുത്ത് കൽപ്പിച്ച കിട്ടിയ ആഹാരത്തിന്റെ ബലം കൊണ്ടും ആ ഒരു ദൈവികമായ ഡീപ്പറായിട്ടുള്ള ആ റിലേഷൻ കൊണ്ടും ആത്മാവിൽ കിട്ടിയ വീര്യം, സ്തോത്രം, അതൊരു ഇസബേലിന്റെ മുമ്പിൽ അടങ്ങുന്നതല്ല. ഓ ദൈവം നിന്നെ ഉപയോഗിക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പൈശാചിക മണ്ഡലം നിന്നെ നോവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചാൽ തീ ചിലടത്ത് ഇറങ്ങുമെന്ന് പിശാചിന് അറിയാം. അതുകൊണ്ടാണ് നിന്നെ നോവിക്കുന്നത്. നീ പ്രാർത്ഥിച്ചാൽ ചില അന്യാരാധന മണ്ഡലങ്ങൾ വെട്ടുകൊണ്ട് താഴെ വീഴുമെന്ന് പൈശാചിക മണ്ഡലത്തിന് അറിയാം. അതുകൊണ്ടാണ് നിന്നെ നോവിക്കുന്നത്. നീ പ്രാർത്ഥിച്ച് പുറപ്പെടുമ്പോൾ, ജയകരമായ മിനിസ്ട്രിയോടെ നീ പുറത്തിറങ്ങുമ്പോൾ കുതിരയേക്കാൾ വേഗത്തിൽ പായിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി മാനിക്കേണ്ട രാജാവ് രഥത്തിൽ കയറ്റി കൊണ്ടുപോയില്ല. മാനിക്കേണ്ടവർ നിന്നെ മാനിച്ചില്ലേലും അവര് പോകുന്ന വാഹനത്തെക്കാൾ വേഗത്തിൽ നിന്നെ കൊണ്ടുപോകാൻ ദൈവത്തിന് കഴിയുമെന്നേ. ഓ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. Oh, thank you, Jesus. Thank you, Jesus. Hallelujah. നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മയിൽ നിങ്ങളുടെ ആരാധനയെ വിമർശിച്ചവർ, നിങ്ങളുടെ അന്യഭാഷയെ വിമർശിച്ചവർ, നിങ്ങളുടെ ആത്മാർത്ഥതയെ വിമർശിച്ചവർ, നിങ്ങളുടെ ലീഡിങ്ങിനെ വിമർശിച്ചവർ, നിങ്ങളുടെ ആക്ടിവിറ്റീസിനെ വിമർശിച്ചവർ, നിങ്ങൾ എടുത്തുദ്ധരിച്ച വചനഭാഗത്തെ വിമർശിച്ചവർ, നിങ്ങൾ എടുത്തുദ്ധരിച്ച ഉപമകളെയും അതേ കൊട്ടേഷനുകളെ വിമർശിച്ചവരെ കണ്ട് നീ ആരാധന നിർത്തിയോ? നിന്റെ ശുശ്രൂഷ ഒതുക്കിയോ? നൃത്തം ചെയ്ത് ആരാധിച്ച സ്ഥാനത്ത് ആരാധന മണ്ഡലങ്ങൾക്ക് നീ കൂച്ചുവിലം കിട്ടോ? കർത്താവ് പറയുക, ഇന്ന് രാത്രി നീ ഉണരണം. നീ ഉണരണം. സ്തോത്രം. നീ ഉണരാത്തിടത്തോളം ആകാശം തുറക്കപ്പെടുകയില്ല. നീ ഉണരാത്തിടത്തോളം നീ ആയിരിക്കുന്ന ദേശത്തെ പൈശാചിക മണ്ഡലം ഒതുങ്ങുകയില്ല. നീ ഉണരാത്തിടത്തോളം കാലം അതിവേഗത്തിൽ ദൈവത്തിന് വേണ്ടി ഓടിത്തീരേണ്ട നീ ഒതുങ്ങിപ്പോകാൻ ദൈവത്തിന് പദ്ധതിയില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. നിന്നെ ഒതുക്കാൻ പലരും തയ്യാറെടുത്ത് പൈശാചിക മണ്ഡലം പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ അവരുടെ നടുവിലൂടെ ഏലിയാവ് തിരിച്ചറിയാതെ ഒരു കാര്യമുണ്ട്. ദൈവം ഒളിപ്പിച്ചത് എന്തിനാ? അന്വേഷണ സംഘത്തെ അയക്കും. പറഞ്ഞ ദൂത് കുറച്ചാൾ കഴിയുമ്പോൾ കേറി കത്തുമെന്നറിയാം. തമ്പുരാന് ഏലിയാവെന്ന് മറന്നുപോയി. പുഴയും വലിയ തോടും ഉറവകളും എല്ലാം വറ്റിക്കഴിഞ്ഞപ്പോഴാണ് ദൂത് പറഞ്ഞവനെ അന്വേഷിക്കുന്നത്. കണ്ടില്ല. കാരണം ദൈവം ഒളിപ്പിച്ചെടുത്തം, ദൈവം ഒളിപ്പിച്ചത് കൊണ്ട് കാണാൻ പറ്റി. ഞാൻ പല സ്ഥലങ്ങളിൽ എന്റെ ജീവിതത്തിൽ 3 സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മ പറഞ്ഞിട്ട് ഞാൻ പോയി ഒളിച്ചു താമസിച്ച സമയങ്ങളും. വടക്കേന്ത്യയിൽ വെച്ച്, സ്തോത്രം, മലബാറിൽ വെച്ച്, നാട്ടിൽ 2 സ്ഥലങ്ങളിൽ വെച്ച് ദൈവം, സ്തോത്രം, എന്നെ ഒളിപ്പിച്ച സമയങ്ങളും. സൗരങ്ങളെ ദൈവം പറയും നമ്മൾ അനുസരിക്കണം. അവിടെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഇല്ല. നേരത്തെ ബിയാൻസ് പറഞ്ഞ പോലെ രോഗത്തിന് ഡോക്ടേഴ്സിന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നമുക്ക് വയ്ക്കാം. നമ്മുടെ പല സ്റ്റുഡൻസും നേഴ്സുമാരാണ്, എഞ്ചിനീയർമാരുണ്ട്, IT ഫീൽഡിൽ പല മേഖലയിലുള്ളവരുണ്ട്, സൗരന്മാരൊക്കെ. പക്ഷേ ദൈവശബ്ദത്തിന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഇല്ല. കാരണം നമ്മുടെ ദൈവം പോസ്റ്റിന്റെ ദൈവം അല്ല. God is a true God.
ആമേൻ. അവന് മരിപ്പാൻ ആഗ്രഹിച്ചു. അപ്പൊ സ്വയം മരിക്കുന്നില്ല, ദൈവം എടുക്കണം. സ്വയം മരിച്ച ആത്മഹത്യയായി പോകും. അതുകൊണ്ട് എടുക്കാൻ പ്രാർത്ഥിക്കും. ഈ ദൈവഗുണമില്ലാത്ത എത്രയോ പ്രാർത്ഥനകളാ പലപ്പോഴും നമ്മൾ ചെയ്യുന്നല്ലേ. ദൈവശബ്ദം കേട്ടിട്ട് മരിക്കാൻ പ്രാർത്ഥിച്ച ആളാണോ ഏലിയാവ്? അല്ല, മനുഷ്യന്റെ ശബ്ദം. രാത്രി ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കേണ്ട എത്രയോ വിഷയങ്ങളുണ്ടല്ലേ. ആമേൻ. താനെ ഒരു ചുരുച്ചെടിയുടെ കീഴിലാ കിടക്കുക. മതി, എടുത്തോളാനാ പറയുന്നത്. എന്റെ പിതാക്കന്മാരെക്കാളൊട്ടും നല്ല ആളാണ്. മതി മതി. ഇന്ന് രാത്രി ദൈവാത്മാവ് ചോദിക്കുന്നു, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ മതി എന്ന് പറയാൻ നീ ആരാണ്? ദൈവം ഏൽപ്പിച്ച അധികാരം കാത്തുവയ്ക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ദൈവം തന്ന ദൂത് അരമനയിൽ ചെന്ന് ഭയം കൂടാതെ പറയാൻ ആത്മാവ് നിന്നെ ഒരുക്കിയെങ്കിൽ കൊട്ടാരത്തിലെ കൊച്ചമ്മയുടെ അന്ത്യം എങ്ങനെ ആയിത്തീരുമെന്ന് നിന്നെ അഭിഷേകം ചെയ്ത് കുറിച്ചു വച്ചിട്ടുണ്ട്. ഓ ജീസസ്. പ്രൈസ് ഗോഡ്. ഒരു സ്ഥലത്ത് വെച്ച് എന്റെ വൈഫിനെ സുവിശേഷ വിരോധികൾ തല്ലി. ഒരാളടിച്ചു. അന്ന് ആ മീറ്റിങ്ങിന് എന്നെ ദൈവാത്മ തടഞ്ഞുകൊണ്ട് ഞാൻ ഒരു ബൈബിൾ സ്കൂളിലെ പഠിത്തം കഴിഞ്ഞിട്ട് അവിടെ പോകാൻ പറ്റിയില്ല. കർത്താവ് എന്നെ തടഞ്ഞു. പക്ഷെ ആ തല്ലിയ സഹോദരൻ 6 മാസം കഴിഞ്ഞപ്പോ പുള്ളിയുടെ മകൻ മരിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ തന്റെ ഭാര്യ മരിച്ചു. അടുത്ത വർഷമായപ്പോഴേക്കും താനെ ആ വീട്ടിൽ തൂങ്ങിച്ചത്തു. 7 ദിവസം കഴിഞ്ഞിട്ടാണ് നാട്ടുകാർ അറിയുന്നത്. പോലീസ് വന്ന് കതവ് തുറക്കുമ്പോൾ അസ്ഥിയുള്ളു, മാംസം ഇരുന്ന് താഴെ കിടക്കും. അതാണ് മക്കളെ, ലോകത്തിന്റെ മുമ്പിൽ നിനക്ക് വലിയ സംഭവമൊന്നും അല്ലെന്നൊക്കെ ആളുകൾ പറയും. പക്ഷെ ദൈവത്തിന്റെ കൺമണിയെ തൊട്ടാൽ ദൈവം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കും. സ്തോത്രം. ഇസ്രയേലിന്റെ സപ്പോർട്ടോടുകൂടിയാണ് ബാലിന്റെ ശക്തിയും അശേരയുടെ ശക്തിയും ആ രാഷ്ട്രത്തിൽ വളർന്നത്. ഇസ്രയേലിന്റെ ശക്തിയോടെയാണ് അതെല്ലാം വളർന്നത്. ഇസ്രായേലിൽ ഒരെണ്ണം പോലും ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ആ 3.5 വർഷം ഉത്സാഹം കാണിച്ചു. ആരും പുറത്തില്ല. ഒരു പാവപ്പെട്ട വിധവയുണ്ട്. അപ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ ആരാധന തച്ചുടയ്ക്കാൻ വേണ്ടിയാണ് അന്യാരാധന ശക്തിപ്പെടുത്തി. അതിന്റെ മർമ്മം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. നമ്മുടെ ഭാരതത്തിലും ജീവനുള്ള ദൈവത്തിന്റെ ആരാധനയെ നൃത്തം ചെയ്യാൻ പലരും മുന്നിൽ വരികയാണ്. ഒറ്റേലിയാവിന്റെ ശുശ്രൂഷ കൊണ്ട് രാഷ്ട്രത്തിന്റെ മുഴുവൻ മുഖച്ഛായ മാറ്റി യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞ് വീണു. നിന്നിലൂടെ വെളിപ്പെടുന്ന ശുശ്രൂഷ നിമിത്തം ജനത്തിന് ബോധ്യമാകും നീ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചു എങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് നിരാശയാൽ മൂടിയ സമയങ്ങളുണ്ട്, മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിച്ച സമയങ്ങളുണ്ട്. ഇതൊരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം is concern and compassion. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ കാക്കയെ വിട്ടില്ല കേട്ടോ, വിധവയെ വിട്ടില്ല. ദൈവത്തിനറിയാം കാക്കയെ വിട്ടാലൊന്നും പുള്ളി ഉണരത്തില്ല, വിധവയെ വിട്ടാലും ശരിയാകത്തില്ല. ഇപ്പൊ ഇവന് ഞാൻ ഡയറക്റ്റ് കൊടുക്കണം. നിനക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം നിന്റെ മനസ്സും നിന്റെ ശരീരവും നിന്റെ ഹൃദയവും ഉടഞ്ഞ് പൊടിഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ ദൈവം ഒരു മനുഷ്യകരത്തെ അവിടെ നിനക്ക് വേണ്ടി അയക്കത്തില്ല, ഡയറക്റ്റ് പിടിച്ചെഴുന്നേൽപ്പിക്കും. ഇന്ന് രാത്രിയിലും
ദൈവാത്മാവ് ആമേ മനുഷ്യ ശക്തിക്ക് പുറത്തായി. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ബുദ്ധിമണ്ഡലത്തിലുള്ള കരുതലിനപ്പുറത്തായി ദൈവം പറയുന്നത്, ഇസബേലേ, നീ തളർത്തിയെങ്കിൽ എന്റെ കുഞ്ഞായവൻ, എന്റെ അഭിഷിക്തനായവൻ, ഞാനാ ഇവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഏതെല്ലാം മേഖലയിൽ തകർന്നു കിടന്നാലും, ഏതെല്ലാം മേഖലയിൽ ഒതുക്കിക്കളഞ്ഞാലും, ഏതെല്ലാം മേഖലയിൽ ഇനി നിന്നോട് ഒരു സ്റ്റെപ്പ് പോലും നിനക്ക് മുന്നോട്ട് പോകാൻ മാനസികമായി ബലമില്ലാതെ നിന്നെ ഒതുക്കി, നിന്നെ തളർത്തി, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ജയം കൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രി തളർച്ചകൾ മാറുന്ന രാത്രിയായി മാറട്ടെ, ക്ഷീണം വിട്ടുപോകുന്ന രാത്രിയായി മാറട്ടെ. മരണഭീതി അലട്ടുന്ന മരണശക്തികൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാ പലരുടെ മേലും അതിശക്തമായ ആത്മസാന്നിധ്യം അയക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി നീ കുടഞ്ഞെഴുന്നേൽക്കേണ്ട രാത്രിയാണ്. ഇന്ന് രാത്രി നീ ആത്മാവിന്റെ ശക്തി തീവ്രതയോടെ പ്രാപിക്കേണ്ട സമയമാണ്. ഈ അന്ത്യകാലത്ത് അതിശക്തമായി ശുശ്രൂഷയ്ക്കായി നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മകളിൽ, ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സെൽഫ് ഗ്രൂപ്പുകളിൽ ഒക്കെ പരിശുദ്ധാത്മാ അതിശക്തിയോടെ നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണെന്ന് ദൈവാത്മാ സ്പഷ്ടമായി പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം കൽപ്പിക്കുകയാണ്. സ്തോത്രം. തന്നെ തട്ടി ഉണർത്തിയിട്ട് ദൈവം പറയുകയാണ്, എഴുന്നേറ്റ് തിന്നുക. നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. ദൈവം തട്ടിയ ഉണരും കേട്ടോ. കാരണം ദൈവം മെനഞ്ഞതാണ് നമ്മളെ, അതുകൊണ്ട് ദൈവം തട്ടിയ ഉണരും. ദൈവത്തിന്റെ സ്പർശനം അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിലും ആത്മാവ് നിന്നോട് പറയുകയാണ്, നീ തളരുമ്പോൾ അവൻ കളഞ്ഞേച്ചു പോകുന്ന ദൈവമല്ല, വന്ന് തട്ടി ഉണർത്തും. നിന്റെ ക്ഷീണം മാറ്റേണ്ടതുപോലെ മാറ്റാൻ വേണ്ടുവോളം അവൻ തരും. മനുഷ്യൻ കണക്ക് പറയും കേട്ടോ, ദൈവം കണക്ക് പറയത്തില്ല. ധനത്തിനൊത്തവണ്ണമാ ദൈവം കൊടുക്കുന്നത്. ധനവാന്മാർ ധനത്തിൽ നിന്നേ കൊടുക്കത്തുള്ളൂ. ഇന്ന് രാത്രി എന്താ നിന്റെ റിക്വയർമെന്റ്? എന്താണ് നിന്റെ നീഡ്? നിന്റെ ഫാമിലിയിലെ നീഡ് എന്താ? ഇന്ന് രാത്രി എന്റെ ദൈവത്തിനത് മറവല്ല. എന്റെ ശരീരം മുഴുവൻ ദൈവശക്തി ഉണ്ടെന്ന് ഭയങ്കരമായി ഞാൻ അനുഭവിക്കുക. യേശുവിന്റെ നാമത്തിൽ ജയം. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരാത്മദേഹികളിലും ആ ദൈവശക്തി ഇറങ്ങുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. ആരാധിപ്പാൻ ദാഹമുള്ളവരൊക്കെ ആ സ്ഥലത്തിരുന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. നിങ്ങളുടെ മേലുള്ള അഭിഷേകം ആമേൻ നിശ്ചലമായി പോകാതെ ആത്മാവിന്റെ വീര്യത്തോടുകൂടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി ഓരോ മുറികളിൽ ഇറങ്ങട്ടെ കർത്താവേ. ഓരോ ദൈവഭൃത്യന്മാരിൽ ഇറങ്ങട്ടെ, ഓരോ ദൈവദാസിമാരിൽ ഇറങ്ങട്ടെ, ഓരോ കുഞ്ഞുങ്ങളിൽ ഇറങ്ങട്ടെ കർത്താവേ. ഫസ്റ്റ് പാക്കേജ് കൊടുത്തു, കഴിച്ചു, പിന്നെയും കിടന്നുറങ്ങി. എന്നെ ദൈവം വയറ് നിറച്ച് കൊടുത്തിരിക്കും. ഇത് ചെന്നപ്പോഴേ കത്തി അങ്ങ് പോയി. കാരണം ഇസബേൽ ഇസബേൽ എന്ന് പറയുന്ന ആ ചിന്ത കിടക്കില്ലേ. സ്തോത്രം. എത്ര കഴിച്ചിട്ടും ശരീരം നന്നാകുന്നില്ല. കാര്യം എന്താ? ആദ്യം ഇരിഞ്ഞുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ എന്റെ ആരോഗ്യത്തെ ഭയം കൊണ്ട് നശിപ്പിക്കുന്ന ബോഡികൾ ഈ രാത്രി ക്യാൻസൽ ആകട്ടെ. ആരോഗ്യ മേഖലകളെ ആമേ ഭയപ്പെടുത്തി ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന ബോഡികൾ ശാസിക്കപ്പെടട്ടെ. സ്തോത്രം, സ്തോത്രം. ഓ ഞാനൊരു ദിവസം എയർഫോഴ്സ് ക്യാമ്പിലുള്ള ഒരു വിശ്വാസി സഹോദരന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ സ്തോത്രം, ആ സഹോദരന് നല്ലപോലെ ഭക്ഷണം കഴിക്കും, പക്ഷെ കതിരുപോലെ ഇരിക്കുക. ചെന്നൈ എന്ന് പറയുന്ന ഒരു തെലുങ്ക് സഹോദരൻ
എന്നോട് പറഞ്ഞു, പാസ്റ്റർക്കാര് എന്റെ ഭാര്യയ്ക്ക് എപ്പോഴും ഭയമാണ്. കിച്ചണിൽ പോകാൻ വയ്യ, പേടിയാ. ബെഡ്റൂമിൽ പേടിയാ, ബാത്റൂമിൽ പേടിയാ, എങ്ങോട്ട് പോയാലും പേടിയാ. സിസ്റ്ററിനോട് ചോദിച്ചു, നിനക്കെന്താ പ്രശ്നം? എന്നോട് പറഞ്ഞു, പാസ്റ്റർക്കാര് ഭയമോ? എനിക്ക് ഒറ്റ വാക്കേ ദൈവാത്മാവിൽ പറഞ്ഞു, വീരത്വത്തിന്റെ ആത്മാവ് നിന്നെ വിട്ടു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ആ നിമിഷം ആ കൊച്ചിനെ ഫ്രീ ആക്കി. നാളെ എന്ത് ഭവിക്കുമെന്നുള്ള ഉത്കണ്ഠയോടുകൂടി ഭയത്തോടെ കഴിയുന്ന ചില കുടുംബങ്ങളെ ദൈവാത്മാവെന്നോട് ഇടപെടുകയാണ്. ഇന്ന് രാത്രിയിൽ നിന്റെ ഭയത്തെ ദൈവാത്മാവ് എടുത്ത് പുറത്തു കളയുക. ആത്മാവിൽ ജീവിക്കാമോ? ഈ വചനത്തിന്റെ ശക്തി നിന്റെ ഉള്ളിലോട്ട് കയറട്ടെ. യേശുവിന്റെ നാമത്തിൽ അനാവശ്യമായ ഭയമിട്ട് ആമേൻ ഭീതിപ്പെടുത്തുന്ന ഇരുട്ടിന്റെ അധികാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കും. രണ്ടാം പ്രാവശ്യവും തന്നെ തട്ടി ഉണർത്തും. പറയാ, എഴുന്നേറ്റ് തിന്നുക. നിനക്കൊരു ലോങ് ജേർണി ഉണ്ട്. നിന്റെ ജേർണി തീർന്നു എന്ന് പിശാച് പറയുമ്പോൾ ഈ രാത്രി വചനം തന്നുകൊണ്ട് പരിശുദ്ധാത്മ പറയുകയാണ്, പിശാച് സ്റ്റോപ്പ് എന്ന് എഴുതി വെച്ചെടുത്ത് കർത്താവ് ഒരു പുതിയ സ്റ്റാർട്ടപ്പ് നിനക്ക് തരുക. സ്തോത്രം. നിന്റെ മരണനിമിഷം നിശ്ചയിക്കുന്നത് പിശാചല്ല. നിന്റെ ഭാവി നിശ്ചയിക്കുന്ന പിശാചല്ല. സ്തോത്രം. ഇന്ന് രാത്രി യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ നമുക്ക് തയ്യാറാണ്. Give thanks to God. നിങ്ങളുടെ മുറിയിൽ നിന്ന് ഉച്ചത്തിലൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആമേൻ. പിശാചിന്റെ എല്ലാ പ്രതീക്ഷകളിൽ നിന്നും ദൈവാത്മാവിന്റെ രാത്രി എല്ലാവരും ഫ്രീ ആക്കുകയാണ്. അവൻ എഴുന്നേറ്റ് ഭക്ഷിച്ചു. കഴിക്കാനുള്ളതും കുടിക്കാനുള്ളതും ദൈവം കൊടുത്തു. ദൈവമക്കളെ, ഈ ദൈവം പറഞ്ഞാൽ നിന്റെ അന്നം മുടങ്ങുകയില്ല. നമ്മൾ സ്പോൺസറിനെ തേടിയൊന്നും പോകണ്ട. നിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് കർത്താവ് കൽപ്പിക്കേണ്ടടുത്ത് കൽപ്പിക്കും. അത് ഭയങ്കര മഹത്വമായിരിക്കും. ഏത് മനുഷ്യനാ ഒരു നേരത്തെ ആഹാരം 2 പൊതി ഒരുമിച്ച് കഴിച്ചത്? ഇപ്പോൾ 40 ദിവസത്തെ വിശപ്പ് കിട്ടുപോയി. ആ ബലം കൊണ്ട് ഇന്ന് രാത്രി ഓർത്തോണം, നിനക്കെത്തേണ്ട സ്ഥലം വരെ എത്തേണ്ടതിന് ദൈവം തരുന്ന ആഹാരത്തിന് മാത്രമേ അവിടെ കൊണ്ടെത്തിക്കാൻ കഴിയൂ. കൺകോർഡൻസ് ബൈബിൾ മേടിച്ചു വെച്ചുകൊണ്ടൊന്നും മാത്രം കാര്യമാകും. ഇസീസ് എഴുതി സബ്മിറ്റ് ചെയ്താലും കാര്യം, സെമിനാറിൽ പ്രസംഗിച്ചാലും കാര്യം. രാത്രി ദൈവം തരുന്ന നമ്മൾ തിന്നണം. എന്നാൽ കർത്താവ് അതിനോട് സംസാരിക്കും. ദൈവം മിണ്ടാത്ത 40 ദിവസമാണ്. ദൈവം മിണ്ടുന്നില്ല. കഴിച്ച ബലം കൊണ്ട് പോവുക ആവശ്യമുള്ള ഒരു യാത്ര ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടു. കാരണം മുന്നോട്ട് പോയിട്ട് പിന്നെ ഒരു ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുക. മൈൻഡ് ഡിസോർഡർ. എന്തോ ചെയ്യണമെന്ന് അറിയും. ദൈവം വേണ്ടിയില്ല, നടക്കട്ടെ എന്ന് വിചാരിച്ചു. നോൺ സ്റ്റോപ്പ് ജേർണി. ആരുമില്ല കൂടെ. കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേൾക്കണം. ഒറ്റപ്പെട്ടുള്ള 40 ദിവസം. നിന്റെ ഏകാന്തത തിന്മയ്ക്കല്ല. ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ദൈവം വിളിച്ചു, പേര് വിളിച്ചു. നിനക്കിവിടെ എന്താ കാര്യം? ദൈവഹിതമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു അഭിഷിക്തനിരുന്നാൽ ദൈവം ചോദിച്ചു. ദൈവത്തിന് പദ്ധതിയില്ലാത്തൊരു സ്ഥലത്ത് ഒരു ദൈവത്തിലിരുന്നാൽ ദൈവം ചോദിച്ചു. പത്രോസ് ഇരിക്കേണ്ട
പാടില്ലാത്തടത്തിരുന്നുകൊണ്ടാ കർത്താവിനെ തള്ളിപ്പറയേണ്ടി വന്നല്ലേ? വെരി കെയർഫുൾ. അപ്പൊ താൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ യഹോവയ്ക്ക് വേണ്ടി ശുഷ്കാന്തിച്ചിരിക്കുന്നു. താനെ പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ പ്രവാചകന്മാരെ അവർ കൊല്ലുന്നു, ഞാൻ ഒരാളെ ശേഷിക്കും. പലപ്പോഴും നമ്മുടെ മനോഭാവം ഇതല്ലേ? നമ്മളിലൂടെ ദൈവം എന്തെങ്കിലും ചെയ്താൽ സാത്താൻ നമ്മളെ പൊങ്ങച്ചത്തിന്റെ ആത്മാവ് കൊണ്ട് ഒരു മൂടുപടം, അല്ലെ ദുരഭിമാനത്തിന്റെ മൂടുപടം, അല്ലെ അഹങ്കാരത്തിന്, അല്ലെ കമ്പയർ ചെയ്തിട്ട് അവരെക്കാൾ ഞാൻ മെച്ചമാണെന്ന് എന്നോട് പറയിച്ചു. നമ്മൾ കേട്ടതുപോലെ കുതിരയേക്കാൾ വേഗത കിട്ടിയില്ലേ? ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം അടഞ്ഞില്ലേ? ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം തുറന്നില്ലേ? ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങിയില്ലേ? വേറെ ആര് ചെയ്യുന്നു? ഞാനല്ലാതെ വേറെ ആരുണ്ട്? ദൈവം പറയുന്നു, ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിലും നിരാശയുടെ ഗുഹയ്ക്കുള്ളിൽ കയറിയിരിക്കുന്ന ദൈവമേ, പരിശുദ്ധാത്മാവ് നിന്നെ ഇൻവൈറ്റ് ചെയ്യുക. ആ പ്ലേസ് നീ വെക്കേറ്റ് ചെയ്യാം. ഗെറ്റ് ഔട്ട്, പുറത്തിറങ്ങുക യേശുവിന്റെ നാമത്തിൽ. ഓ റബാ ശഖ ദുനിയാ രഹസ്യ, ദൈവം പുറത്തിറക്കി സംസാരിക്കും. ദൈവം പിന്നെ പ്രകൃതിയിലൂടെ ചില മിറക്കിൾസ് ദൈവം ചെയ്യുക. ഒരു വലിയ ഭൂകമ്പം അയക്കിയത് തനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, എല്ലാം ഇളകി ആടിയങ്ങ് പോയി. ഭയപ്പെട്ടിരിക്കുന്നവനെ വീണ്ടും പേടിപ്പിക്കാതെ എന്ന് തോന്നും നമുക്കല്ലേ? ദൈവം അയച്ച ഭൂകമ്പം. ഒരുത്തിന് ബോധവൽക്കരണം നടത്താൻ വേണ്ടി ആ ഭൂകമ്പം വന്നു. ദൈവം ഒരു കാറ്റയക്കുന്നു, പാറകളെ കീറി. പാറയെ കീറുന്ന കാറ്റ്, അതിൽ യഹോവയില്ല. അടുത്തൊരു തീ അയക്കുന്നു, എല്ലാം കരിച്ചു കളഞ്ഞു. ദൈവം ചോദിക്കുകയാണ്, ആ ഇൻസിഡന്റുകളിലൂടെ ചോദിക്കുകയാണ്, ഈ ഭൂകമ്പത്തെക്കാൾ വലുതാണോ ഇസ്രവേലിന്റെ ശബ്ദം? ഈ കൊടുങ്കാറ്റിനേക്കാൾ വലുതാണോ ഇസ്രവേലിന്റെ ശബ്ദം? ഈ തീയേക്കാൾ വലുതാണോ ഇസ്രവേലിന്റെ ശബ്ദം? ഓ ജീസസ്, ഇന്ന് രാത്രി ദൈവാത്മാവിനെ നിങ്ങളോട് പറയാനുള്ളത്, He can do great things more than you think. നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് വലിയവ ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയും. ഭൂകമ്പത്തിന്റെ ശബ്ദം വലുതായിരുന്നു, കൊടുങ്കാറ്റിന്റെ ശബ്ദം വലുതായിരുന്നു. എല്ലാം കത്തിച്ചാമ്പലായി, തനിക്ക് ചുറ്റുമുള്ളതെല്ലാം കത്തിച്ചാമ്പലായി. പിന്നീട് ഒരു മൃദുസ്വരം, എലിയാവേ നിനക്ക് വിടുന്നു. അപ്പോഴും പറയാം, ഞാൻ യഹോവയ്ക്ക് വേണ്ടി ശുഷ്കാന്തിച്ചിരിക്കുന്നു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. തമ്പുരാൻ പറയാ, ഇല്ല മോനെ, പാലിന് മടക്കാത്ത മുട്ടുള്ള 7000 പേര്, 6999 അല്ല, 7001 ദൈവത്തിന് വേണ്ടി ദൈവം സൂക്ഷിച്ചതിന്റെ അക്കൗണ്ട് ദൈവം വെളിപ്പെടുത്തുക. നീ ഒരു ഏലിയാവ് മാത്രമല്ല, നിന്നെ പോലെ എനിക്ക് ഉപയോഗിക്കാൻ ഞാൻ 7000 മാറ്റിവെച്ചിട്ടുണ്ടെന്ന്. ഹലോ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഈ അന്ത്യകാലത്ത് അഭിഷേകത്തിന്റെ ശുശ്രൂഷയുമായി, അധികാരത്തിന്റെ ശുശ്രൂഷയുമായി, ആത്മാവിന്റെ അഗ്നിയുടെ ശുശ്രൂഷയുമായി പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ എന്റെ ദൈവം പറയാ, 7000 ഞാൻ ഉപയോഗിക്കും. നീ പുറത്തു വന്നില്ലെങ്കിൽ എനിക്ക് പുറത്തു കൊണ്ടുവരാൻ ഞാൻ സൂക്ഷിച്ച 7000 വേറെ ഉണ്ട്. 7001 നീ. Oh Jesus, thank you Holy Spirit. ഉണരുക,
ഓ ജാമാനാ ശഖാദിനാര. ഓ ജീസസ്, ഉണരുക. നമ്മുടെ പരാതിപ്പെട്ടി എല്ലാം വീട്ടിൽ നിന്ന് എടുത്ത് അയ്യത്തുക. എഴുത്തുകാരൻ പറഞ്ഞു, തമ്പുരാനെ സഭ ഒരുപാട് കത്തുകൾ അയച്ചു, 65 കത്തയച്ചു, എല്ലാ സങ്കടങ്ങൾ, എല്ലാം പരാതികൾ. പക്ഷേ മണവാളൻ ഒറ്റ എഴുത്തിനും മറുപടി അയച്ചു. അവസാനം മണവാട്ടി തീരുമാനിച്ചു, 64 എഴുത്തെഴുതി ഇനി ഒരെഴുത്തും കെട്ടിയേക്കാം. അങ്ങനെ യൂദായുടെ ലേഖനം വരെ എഴുതിയെന്നാണ് സ്പർജൻ പറയുന്നത്. അവസാനം ഈ 65 എഴുത്തിനും കൂടെ ഒരുമിച്ച് ഒറ്റ മറുപടി. അതിന്റെ രത്നച്ചുരുക്കം ഇതാണ്: Behold, I come quickly. ഞാൻ തിരിച്ചു വരുന്നുണ്ട്. എന്റെയും നിങ്ങളുടെയും പരാതികൾ, സങ്കടങ്ങൾ, മുറിവുകൾ, വേദനകൾ എല്ലാം മാറ്റാൻ 65 എഴുത്തുകളും സങ്കടങ്ങളുടെ പട്ടികയാണ്, വേദനയുടെ പട്ടികയാണ്, പരാതിയുടെ പട്ടികയാണ്. 66-ാമത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം, എല്ലാത്തിന്റെ ആൻസർ ജീസസ്. ഓ ജീസസ്, താങ്ക് യു ജീസസ്. ഓ മാഷഖാദനാരബാലകശസ്. ഓ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ജീവൻ പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുക. സ്തോത്രം, സ്തോത്രം. തമ്പുരാൻ പറഞ്ഞു, എന്നെ ഭീഷണിപ്പെടുത്തിയ, വധഭീഷണി അയച്ചവളുടെ അന്ത്യം എങ്ങനെയാന്ന് ഞാൻ പറയാം. അവളുടെ രക്തം നായ്ക്കൾ നക്കും. അതെല്ലാം നിവൃത്തിയായി. എടുക്കണേന്ന് പ്രാർത്ഥിച്ചവനെ ഉടലോടെടുത്ത് ചുഴലിക്കാറ്റിലും കൊണ്ടുപോയി. സ്തോത്രം, സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ. ഉണരുക. അബ്രഹാം പറഞ്ഞിനി 2 രാജാക്കന്മാരെ നീ അഭിഷേകം ചെയ്യും. എന്നേക്കാൾ കുറെ കൂടെ ശക്തനായ മറ്റൊരാളെ നിന്നിലൂടെ എനിക്ക് പുറത്തെടുക്കണം. ഇത് മണത്തറിഞ്ഞ പിശാച് ഒതുക്കാൻ ഇന്ന് രാത്രി ഈ സൂം മീറ്റിംഗിൽ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കുറിച്ച് ദൈവത്തിന് അതിശ്രേഷ്ഠമായൊരു പദ്ധതി. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ എല്ലാവരും കർത്താവിന്റെ രാമയും പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരെല്ലാം ഓൺ ചെയ്യുക. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ. ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ ഹല്ലേലൂയ. എനിക്കറിയാം ഒട്ടുമിക്ക ആളുകളോടും പരിശുദ്ധാത്മാവ് സംസാരിച്ച് കഴിയും. എന്നോട് ദൈവം സംസാരിച്ചു എന്ന് ബോധ്യമായവർ എനിക്ക് കമന്റ് ബോക്സിൽ ഇടാം. വെരി ക്ലിയർലി. ഹെൽത്ത് ഇഷ്യൂസിൽ ഭാരപ്പെടുന്ന ചിലരുണ്ട്. ഒരു ബാധ പോലെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ഒന്ന് മാറുന്നു കിട്ടും, പിന്നെയും ശരീരത്തിന് അസ്വസ്ഥത ഇടുന്നത് പോലുള്ള ആ പോരുകൾ രാത്രി സൗഖ്യമാകാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവാത്മാ ഹൃദ്യമായി നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സ്തോത്രം ചെയ്യും. Yes, my Lord. Oh, Tibara Baba Shakana Mama. Oh, Jesus. Glory to God. Thank you, Holy Spirit.
Praise God. ഞാന് ഇന്നലെ രോഗശാന്തിയും ആരോഗ്യവും ദൈവത്തിന്റെ പ്രോമിസിൽപ്പെട്ടത്. യെസ് മൈ ലോർഡ്. Yes, my Lord. Yes, my Lord. എല്ലാ അനാരോഗ്യങ്ങളും ഈ രാത്രി മാറിപ്പോകട്ടെ. എലിയാവിനെ ഇസബേലിന്റെ ശബ്ദത്താൽ മരണഭീതി ഇട്ടതുപോലെ മരണത്തിന്റെ ഭീതിയിട്ട് അലട്ടുന്ന യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. In the mighty name of Jesus. Oh Jesus. Ramana Rashas Kaidamana Hattal Gajanagasiya. Yes. കർത്താവേ, ഈ ജനത്തെ ഞങ്ങൾ ഒരുമിച്ച് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തം കൊണ്ടും വചനം കൊണ്ടും നാമം കൊണ്ടും ഈ ജനത്തെ കവർ ചെയ്യാം. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ കൂട്ടാളികളെ, അവിടെ ദാനം ചെയ്തിരിക്കുന്ന സകല നന്മകളെയും യേശുവിന്റെ രക്തം കൊണ്ട് കവർ ചെയ്യുക. അവരുടെ അധരങ്ങൾ ആത്മാവിന്റെ അഗ്നി ശബ്ദങ്ങളായി മാറട്ടെ കർത്താവേ. അവരുടെ പാദങ്ങൾ ചവിട്ടുന്ന ദേശം, സഭ, കൂട്ടായ്മകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ദൈവവചനം പഠിക്കുന്ന എല്ലാ സെമിനാരി സ്റ്റുഡൻസിനായി സ്തോത്രം ചെയ്യും. അവരിലേക്ക് പകരുന്ന ആത്മഭാരത്തിനായി സ്തോത്രം. ഈ മീറ്റിംഗിൽ കടന്നും പങ്കെടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ഞങ്ങളുടെ വാത്സല്യ പിതാക്കന്മാരായിട്ടുള്ളവരെ എല്ലാവരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Thank you, Holy Spirit. പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ നല്ല ചെയ്ത വചനത്താൽ ബ്ലസ് ചെയ്യും. അങ്ങനെ രാത്രിയുടെ വചനത്താൽ തട്ടി ഉണർത്തിയവരെ കർത്താവ് ഒരുക്കി രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി അധികം പ്രയോജനം പരിശുദ്ധാത്മാവ് എല്ലാവർക്കും കൃപ നൽകും. ബ്ലസ് ചെയ്യും. കർത്താവ് ഉപയോഗിച്ചതിനായി നന്ദി. ദിവസങ്ങളിൽ എല്ലാ വിദ്യാർത്ഥികളും പൂർവാധികം ശക്തിയോടെ കർത്താവെ ഉപയോഗിക്കും. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ ക്രിസ്തുവിന്റെ പത്രമായി, കത്തുന്ന ദീപമായി, ദൈവത്തിന്റെ സുഗന്ധമായി ദൈവത്തോടെ കർത്താവ് എല്ലാവരും ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും.